കുഴക്കട്ട. കുഴക്കട്ട. 1 ഗ്ലാസ് അരിപ്പൊടി. കുറച്ച് ഉപ്പ്. തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത്. വറുത്തരിപ്പൊടി അല്ലേ? വറുത്തരിപ്പൊടി തരിയില്ലാത്തത്. അതിൽ ഉപ്പിട്ട് തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് കുഴക്കണത്. പാകം നോക്കി കുഴക്കണം അല്ലേ? കുറച്ചും കൂടെ ഒഴിക്കണം ചേച്ചി വെള്ളം. നോക്കട്ടെ. വെള്ളം കൂടിയാലും പറ്റില്ല. വെള്ളം നമ്മൾ ഒഴിച്ച് ആവശ്യത്തിന് ഒഴിക്കണം അല്ലേ? അല്ലാണ്ട് ഇത്ര അളവെന്ന് പറയാൻ പറ്റില്ല. അളവൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ പൊടിയേ ഓരോ പൊടിക്ക് അനുസരിച്ചിരിക്കും. അതെ. ചില പൊടിയിൽ വെള്ളം കൂടുതൽ വേണം, ചിലതിൽ അത്ര വേണ്ട. വെള്ളം കുറച്ച് മതി. ചൂടോടുകൂടെ കുഴക്കണം അല്ലേ? നല്ല മയത്തിനുള്ള കിട്ടും. നമുക്ക് കുഴച്ച് വെച്ച് ഇനി കുഴക്കട്ടയുടെ ഉള്ളിൽ വെക്കേണ്ട സാധനം റെഡിയാക്കാം. ശർക്കര പാവ് കാച്ചാൻ കുറച്ച് മതി. ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കി വരട്ടെ അല്ലേ? ഉരുക്കിയിട്ടില്ല. ഉരുകട്ടെ. കുറച്ച് നാളികേരം ഇടട്ടെ ഞാൻ? എത്ര? ഒരു പിടി ഇടട്ടെ? കുറച്ചിട്ട് നോക്കിയാൽ നമുക്ക് അറിയാം. അത്ര വേണം. ഇതാ കുറച്ചും കൂടി ഇടാം. കുറച്ചും കൂടി ഇടാം അല്ലേ? കുറച്ചും കൂടി ഇടാം. മതി. ഏലക്കായ പൊടിച്ചിട്ട് ഉള്ളിൽ നിന്നുള്ള ഇത് മാത്രം എടുത്തതാണ്. ഇത്രയും നെയ്യും വേണം. കുറച്ച് നെയ്യ്, ഒരു ടേബിൾ സ്പൂൺ നെയ്യ്, ഒരു ടീസ്പൂൺ നെയ്യ്. അതിൽ തീരെ വെള്ളമൊന്നും പാടില്ല അല്ലേ? ഒക്കെ വെള്ളമൊക്കെ വലിഞ്ഞ് നല്ല പാകമായി. ഇനി ഇറക്കാം. പാത്രത്തിലേ ഒട്ടാണ്ടൊക്കെ ഒരേല വയ്ക്കുക. പോരെ? ഇത് വേണം. ഇതാണ്. ഇവിടെയും കൂടെ വയ്ക്കാം അല്ലേ? അതങ്ങനെ ഒരു കുഴിയാക്കി അതിൻ്റെ ഉള്ളിൽ അത് നിറയ്ക്കണം. അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിക്കണം അല്ലേ? ഞാൻ അതിൽ വെക്കാം അല്ലേ? അങ്ങനെ ചെയ്തെടുക്കാം. 1 ഗ്ലാസ് പൊടിയല്ലേ ഉള്ളൂ, കുറച്ചെണ്ണം തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ? കുറച്ചെണ്ണം ഉണ്ടാവും. തോനെ വേണമെങ്കിൽ തോനെ ഉണ്ടാവും. ചൂടുവെള്ളം ഒഴിച്ച് കുഴക്കണ മാത്രമേ ഒരു പണിയുള്ളൂ അല്ലേ? കൈ പൊള്ളും ചെറുതായിട്ട്. പുറം ഭാഗമൊക്കെ നല്ല പൊങ്ങിയും താന്നിരിക്കാതെ നല്ല ഇതാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം അല്ലേ? അങ്ങനെ എല്ലാം ചെയ്തെടുക്കാം. വെക്കട്ടെ. ഏഴെണ്ണം അല്ലേ? 1 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ട് 7 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. അടച്ച് വയ്ക്കുക. വേവിക്കാം.
നമ്മളുടെ കുഴക്കട്ട കുഴക്കട്ട റെഡി. കുഴക്കട്ട റെഡി. ഇല വെച്ചത് കൊണ്ട് നല്ല ചൂട് കുഴക്കട്ട. അപ്പോൾ അതാ കുഴക്കട്ട റെഡി. റെഡിയായി. ഇതാ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം.